ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 3 അണ്ടർസ്റ്റാൻഡിങ് ക്വാഡ്രിലാറ്ററൽസ് ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് ആദ്യം കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് ടേം ആണ് റെഗുലർ പോളിഗൺ. ഓക്കെ, റെഗുലർ പോളിഗൺ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ഓൾ സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഓൾ സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ളൊരു പോളിഗണിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റെഗുലർ പോളിഗൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ, അതിന് ഞാൻ എന്തെന്ന് വിളിക്കും? ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വിളിക്കും. ഓക്കെ, ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ, അതാണ് എൻ്റെ റെഗുലർ ട്രയാങ്കിൾ. ഓക്കെ, പിന്നെ ഇനിയിപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററൽ എന്ന് വെച്ചോ. ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ, റെഗുലർ ആയിട്ടൊരു ക്വാഡ്രിലാറ്ററൽ ഞാൻ എന്തെന്ന് വിളിക്കും? സ്ക്വയർ എന്ന് വിളിക്കും. ഓക്കെ, അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്കൊരു 5 സൈഡഡ് ആണെങ്കിലോ പെൻറ്റഗൺ. പിന്നെ ഹെക്സഗൺ. 6 സൈഡ് ആണെങ്കിൽ ഹെക്സഗൺ. 7 സൈഡ് ആണെങ്കിൽ എന്താണ്? ഹെപ്റ്റഗൺ. 8 സൈഡ് ഒക്ടഗൺ. 9 സൈഡ് നോണഗൺ. ഓക്കെ, അതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മൾ ബേസിക്കലി പഠിക്കുന്ന കുറച്ച് പോളിഗൺസിൻ്റെ പേരുകളും പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്, അതായത് സം ഓഫ് മെഷേഴ്സ് ഓഫ് ദി എക്സ്റ്റേണൽ ആംഗിൾസ്. എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? പുറത്തുള്ള ആംഗിൾ. ഓക്കെ, external angles of any polygon. ഓക്കെ, ഏതെങ്കിലും ഒരു പോളിഗൺ ആവട്ടെ, എനി പോളിഗൺ ഇസ് 360 ഡിഗ്രി. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ് ഇത്. ഓക്കെ, സം ഓഫ് മെഷേഴ്സ് ഓഫ് എക്സ്റ്റേണൽ ആംഗിൾസ് ഓഫ് എനി പോളിഗൺ ഇസ് 360 ഡിഗ്രി. ഞാൻ ഏതെങ്കിലും ഒരു പോളിഗൺ എടുത്തു. ഓക്കെ, ഏതെങ്കിലും ഒരു പോളിഗൺ, ഫോർ എക്സാമ്പിൾ ഐ എം ടേക്കിംഗ് എ ട്രയാങ്കിൾ. ഇതിൻ്റെ എക്സ്റ്റേണൽ ആംഗിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? പുറത്തുള്ള ആംഗിൾസ്. ഇതാണ് എൻ്റെ എക്സ്റ്റേണൽ ആംഗിൾസ്. ഓക്കെ, ട്രയാങ്കിളിൻ്റെ പുറത്ത് ഫോം ചെയ്യുന്ന ആംഗിൾസ്. ഇതിപ്പോൾ ആംഗിൾ 1, ആംഗിൾ 2, ആംഗിൾ 3 ആണെന്ന് വിചാരിക്കുക. ഈ എല്ലാ ആംഗിളോടും ഞാൻ ആഡ് ചെയ്യുകയാണ്. ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര ഡിഗ്രി കിട്ടും? 360 ഡിഗ്രി കിട്ടും. ഇതിപ്പോൾ ട്രയാങ്കിളിൻ്റെ കേസിൽ മാത്രമല്ല, ഇഫ് ഇൻ കേസ് ഓഫ് എ സ്ക്വയർ, ഞാനൊരു സ്ക്വയർ എടുത്തു, അതിൻ്റെ എക്സ്റ്റേണൽ ആംഗിൾസ് ഞാൻ ആഡ് ചെയ്യാണ്. ഓക്കെ, എല്ലാ എക്സ്റ്റേണൽ ആംഗിൾസും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര എണ്ണം ഉണ്ടോ അത് ഡസൻ മാറ്റർ. ഓക്കെ, എത്ര ആംഗിൾസ് ഉണ്ടോ ഡസൻ മാറ്റർ. ഇപ്പോൾ ഇവിടെ എത്ര ആംഗിൾ ഉണ്ട്? 1, ആംഗിൾ 2, ആംഗിൾ 3, ആംഗിൾ 4. ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 പ്ലസ് ആംഗിൾ 4 ഈക്വൽ ടു 360 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഏതൊരു ഫിഗർ ആവട്ടെ. ഇഫ് ഇൻ കേസ് ഓഫ് എ ഹെക്സഗൺ, ഓക്കെ, ഹെക്സഗൺ ആണെങ്കിൽ എത്ര ആംഗിൾസ് ഉണ്ട്? 1, 2, 3. ഇൻറ്റീരിയർ അല്ല നമ്മൾ എടുക്കേണ്ടത്, എക്സ്റ്റീരിയർ ആംഗിൾസ് ആണ്. ഓക്കെ, എക്സ്റ്റീരിയർ ആംഗിൾസ് എന്ന് പറയുമ്പോൾ പുറത്തിറക്കുന്ന ആംഗിൾസ്. ഓക്കെ, എല്ലാ ആംഗിൾസും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? എത്ര ആംഗിൾസ് ഉണ്ട്? 6 ആംഗിൾസ് ഉണ്ട് അല്ലേ? അപ്പോൾ ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 പ്ലസ് ആംഗിൾ 4 പ്ലസ് ആംഗിൾ 5 പ്ലസ് ആംഗിൾ 6 എത്ര ഡിഗ്രി ആയിരിക്കും? ഇറ്റ് വിൽ ബി 360 ഡിഗ്രി. അതാണ് നമ്മൾ ആദ്യം പഠിക്കുന്ന പ്രോപ്പർട്ടി. ദിസ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി.